സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. സാറ ടീച്ചർ, ഈ ഒരു വിമർശനം, അതിനുശേഷം സംഘടിതമായ സൈബർ ആക്രമണം, ഇതൊക്കെ സാംസ്കാരിക കേരളത്തിന് നൽകുന്ന സൂചനകൾ എന്താണ്? ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ ഈ ദാബോൽക്കറിൻ്റെ കൊലപാതകം കണ്ടതാണ്, ഞെട്ടലോടെ അറിഞ്ഞതാണ്. അതുപോലെ തന്നെ കൽബുർഗിയുടെ, പൻസാരയുടെ, പിന്നെ പെരുമാൾ മുരുകൻ്റെ നിശബ്ദത, ഇതൊക്കെ ഇങ്ങനെ ഒന്നിടവിട്ട് സംഭവിക്കുകയാണ്. 80 കഴിഞ്ഞവരൊക്കെയാണ് ആക്രമിക്കപ്പെട്ടത്. ഇപ്പോൾ ദാബോൽക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് എതിർ വിമർശനങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നിരുന്നു. അതൊക്കെ ഒറ്റപ്പെട്ടതും മറ്റുമാണ് എന്നാണ് ദാബോൽക്കറും കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സധൈര്യം അദ്ദേഹത്തിൻ്റെ മേഖലയിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. മാത്രമല്ല, പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞതും നമുക്കറിയുന്നതാണ്. ശരിയാണെന്ന് മോദിയല്ല ഭരിക്കുന്നത്, 2013 UPA ആണ് ഭരിക്കുന്നത്, മഹാരാഷ്ട്രയിലും കോൺഗ്രസ് സർക്കാരാണ്. പക്ഷേ ഒരു രാവിലത്തെ നടപ്പിന് പോയ ദാബോൽക്കറെ ഒരു മനീഷ് നഗോരിയും ഒരു വികാസ് ഖണ്ഡേൽവാലയുമാണ് വെടിവെച്ച് വകവരുത്തുന്നത് എന്ന് പറഞ്ഞാണ് ആദ്യം ഇവരെ പിടികൂടുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട നിയമയുദ്ധങ്ങളൊക്കെ അവർക്ക് പിന്നെ ജാമ്യം കിട്ടുന്നു. പിന്നെ പലരും ഈ പറയുന്ന നിയമപരമായ നടപടികൾക്ക് വിധേയമാവുന്നു. ഇപ്പോഴും ആരാണ് വെടിവെച്ചത്, ഏത് ആയുധം ഉപയോഗിച്ചു, അതേ ആയുധം മറ്റു പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടോ തുടങ്ങിയിട്ടുള്ള ബാലിസ്റ്റിക് പരിശോധനാ റിപ്പോർട്ടുകളിലെ അവ്യക്തത, അങ്ങനെയൊക്കെ അത് നീളുകയാണ്. പക്ഷേ 3 പേർ കുരുതി കൊടുക്കപ്പെട്ടു. അന്ന് ശക്തമായി ഈ വിമർശനം ഉന്നയിച്ച സംഘടനകളോ അതിലെ പ്രമുഖ നേതാക്കന്മാരോ അല്ല വകവരുത്തിയത്. അവർ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരു മനീഷ് നഗോരിയും ഒരു വികാസ് ഖണ്ഡേൽവാലയുമാണ് ഈ പറയുന്ന രൂപത്തിൽ തോക്കെടുത്തിറങ്ങിയത്. എത്രമാത്രം സുരക്ഷിതമാണ് കേരളം? കർണാടകത്തിൽ നടന്നു, നമ്മുടെ അയൽപക്കത്താണ്. അതിർത്തിയുടെ ഒരു ശക്തി എത്രത്തോളം ഉണ്ടാകും വരും നാളുകളിൽ? വളരെ പേടിക്കേണ്ടിയിരിക്കുന്നു വേണു. നമുക്ക് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ വരിക, അതിനൊരു പ്രധാനമന്ത്രി ഉണ്ടാവുക, കഴിഞ്ഞ സർക്കാരിൻ്റെ തെറ്റുകളെ പരിഹരിച്ചുകൊണ്ട് പുതിയ എന്തെങ്കിലുമൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു സർക്കാരിനെ മാറ്റി വേറൊരു സർക്കാരിനെ ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ദിവസം സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ ദാബോൽക്കറുടെയും ഇതിനൊക്കെ ആദ്യം തന്നെ പള്ളികൾ ആക്രമിച്ചുകൊണ്ട് തുടങ്ങി. അവിടുന്ന് ഇങ്ങോട്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കും അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും, ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും ഒക്കെ പിടിമുറുക്കിക്കൊണ്ട് നടന്നിട്ടുള്ള ആക്രമണ പരമ്പരകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ദാബോൽക്കറുടെയും മറ്റൊക്കെ മരണത്തിന് ശേഷം യൂണിവേഴ്സിറ്റികളുടെ മുകളിൽ കൈവയ്ക്കുന്നു, സർവകലാശാലകളെ അസ്വസ്ഥമാക്കുന്നു. അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കലാപങ്ങൾ, സർവകലാശാലകളിൽ അസ്വസ്ഥതകൾ, എതിർപ്പുകൾ ഇത് അഴിച്ചുവിടുന്നു. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. JNUവിലെ പ്രശ്നം നമ്മൾ കണ്ടതാണ്. ഇത് തുടങ്ങി ഓരോ ഘട്ടത്തിലും മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിമുക്ത ഭടൻ്റെ ആത്മഹത്യക്ക് ശേഷം ഇന്ത്യ ഇളകി മറിയുന്ന സന്ദർഭത്തിലാണ് അതിനെ മറികടക്കാൻ വേണ്ടി എന്ന പോലെയാണ് നേരത്തെ കൂട്ടി ആസൂത്രണം ചെയ്തിരുന്ന ഈ നോട്ട് പിൻവലിക്കൽ പരിപാടി സന്ദർഭത്തിൽ അങ്ങ് പ്രയോഗിച്ചത്. അതോടുകൂടി ആ പ്രശ്നം അങ്ങ് തഴഞ്ഞു മാറ്റപ്പെട്ടു. ഓരോ ഘട്ടത്തിലും നമുക്ക് നോക്കാം, ദാദ്രി ഇഷ്യൂ ആയാലും ഓരോന്നും. ഇതൊക്കെ തന്നെ ഇവിടെ സമാധാനപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ നേർക്കുള്ള വെല്ലുവിളികളും ഭീഷണികളും അസഹിഷ്ണുതയുടെ ഫലമായിട്ടുണ്ടാക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയവുമാണ്. ഒരു സർക്കാരും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇമ്മാതിരി ജനങ്ങളെ അസ്വസ്ഥഭരിതരും അനാഥരുമാക്കിയിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ആ ഒരു പീരീഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ചാൽ സ്വതന്ത്രമായിട്ട് വർത്തമാനം പറയാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാർലമെൻറ്റ് പ്രവർത്തിക്കാതിരുന്ന ദിവസങ്ങളുടെ എണ്ണം എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഒരു ദിവസം പാർലമെൻറ്റ് പ്രവർത്തിച്ചില്ലെങ്കിൽ 2 കോടി രൂപയാണ് നഷ്ടം. എത്രമാത്രം ദിവസങ്ങൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ലാൻഡ് അക്വിസിഷൻ ബില്ല് കൊണ്ടുവരുന്നു, ദാദ്രി പ്രശ്നം കൊണ്ടുവരുന്നു, ദാബോൽക്കറുടെ മരണം വരുന്നു, JNU പ്രശ്നം വരുന്നു. ഇങ്ങനെ എടുത്തു നോക്കിയാൽ ചരിത്രത്തിൽ, ഇവർ ഭരിച്ച ഈ കാലഘട്ടത്തിലെ ഈ ചരിത്രത്തിലുടനീളം പാർലമെൻറ്റ് പ്രവർത്തിക്കാതെ വരുത്തിയ കോടികളുടെ നഷ്ടം എത്രയാണ്? ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, കള്ളപ്പണം പിടിക്കാൻ വേണ്ടി ഇതുണ്ടാക്കിയിട്ടുള്ള നഷ്ടത്തിൻ്റെ കണക്ക് വരാൻ പോകുന്നേ ഉള്ളൂ.
ശരി 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 എനിക്കിനി സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. എനിക്ക് ഒരു ഇടവേളയിൽ കൂടി പോകണം. അതിനു മുമ്പ് ശ്രീ AN രാധാകൃഷ്ണൻ, ശ്രീ KP രാമനോട് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്ക് വേഗത്തിൽ മറുപടി. ഇനി ഒരു സമയ ചുരുക്കത്തിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് സഹകരിക്കണം. അവിടെ കാവ്യവൽക്കരണത്തിനുള്ള നീക്കങ്ങൾ നടന്നത് MD പ്രതിരോധിച്ചതിന്റെ കൂടി ഒരു മുൻകാല പ്രാബല്യത്തോടെയുള്ള കണക്ക് തീർക്കൽ താങ്കൾ നടത്തുന്നില്ലെങ്കിലും താങ്കൾ തുടങ്ങിവെച്ച ഒരു വിമർശനത്തിനെ പിൻപറ്റി ചിലരെങ്കിലും നടത്തുന്നുണ്ടെന്ന ആശങ്കയ്ക്ക് വകയില്ലേ? അല്ല, നിങ്ങൾ ഒരു ഇല്ലാത്ത തിരക്കഥയുണ്ടാക്കി അതിനെ പർവ്വതീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ശരിയല്ല. എന്നോട് അവിടെ വെച്ചൊരു പത്രപ്രവർത്തകൻ സൂചിപ്പിച്ചു, ദേശാഭിമാനി 3 ലക്ഷം അവാർഡ് കൊടുക്കുന്നുണ്ട്, അത് MTക്ക് കിട്ടാൻ വേണ്ടിയാണോ ചെയ്തതെന്ന് ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചെയ്തു. നിങ്ങളെ ക്ലിപ്പിങ്സ് എടുത്ത് നോക്ക്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അതാണ് ഞാനവിടെ പരാമർശം നടത്തിയത്. ഏതായാലും നിങ്ങളൊക്കെ കൂടി ഇവിടെ ഈ പുതിയ വളരെ വലിയ ആസൂത്രണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഈ കള്ളപ്രചരണം നടത്തുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏകാത്മ മാനവ ദർശനം എന്ന അടിസ്ഥാന പ്രമാണം അംഗീകരിക്കുന്ന പാർട്ടിയാണ്. ആദ്യം ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ വേദകാലത്ത് ക്ഷേത്രങ്ങളില്ല, വേദത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നീടാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ടായത്. അപ്പോൾ വിശ്വാസങ്ങളും വിശ്വാസമില്ലാത്തവരും എല്ലാവരും അംഗീകരിക്കുന്ന 33 കോടി ജനങ്ങളെ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് ഞങ്ങൾ. ഈശ്വര വിശ്വാസമില്ല എന്ന് പറയുന്ന ചാർവാകനെ അംഗീകരിക്കുന്നു, കണാദൻ്റെ കണികാ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നു. അങ്ങനെ ആർഷഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ തലങ്ങളെ ഋഷിപരമ്പരയുമായി കൂട്ടിച്ചേർത്ത് അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ വളരെ തന്ത്രപൂർവ്വം ബോധപൂർവം ഒരു വേലിക്കെട്ടിൽ ഒതുക്കാൻ നിൽക്കുന്നത് നിർഭാഗ്യകരമായ സംഭവമാണ്. ഒരു താത്വികമായ തലങ്ങളിലേക്ക് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ഏകാത്മ മാനവ ദർശനം എന്ന അടിസ്ഥാന പ്രമാണവുമായി ചർച്ചയാകാം. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയി ഇല്ലാത്ത കാര്യങ്ങളെ മുഴുവൻ ഞങ്ങളുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? ബഹുമാന്യായ സാറാ ടീച്ചർ ഇപ്പോൾ സൂചിപ്പിച്ചു. എനിക്ക് സാറാ ടീച്ചറിനോട് വളരെ ബഹുമാനമുണ്ട്. നാളെ ഇനി ചർച്ച വരുമെന്ന് എനിക്കറിയില്ല. ഈബൽസിനേക്കാൾ വലിയ കള്ളപ്രചരണമല്ലേ ഇപ്പോൾ ടീച്ചർ നടത്തിയ? ടീച്ചറിൻ്റെ പാർട്ടി ഉണ്ടല്ലോ ഡൽഹി ഭരിക്കുന്നത്, അവിടെ 28ഓളം ആളുകൾക്ക് ക്യാബിനറ്റ് പദവി കൊടുത്തില്ലേ ടീച്ചറെ? ഏത് ഖജനാവിൽ നിന്നാണ് പണം കൊടുത്ത്? 28ഓളം സാധാരണ MLA-മാർക്ക് ക്യാബിനറ്റ് പദവി കൊടുത്ത് സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്ന സാറാ ടീച്ചറാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പാർലമെൻറ്റിൽ സർവകക്ഷികളുടെ യോഗം വിളിച്ചില്ലേ? ആ സർവകക്ഷികളുടെ യോഗത്തിൽ വെച്ച് ഇന്ത്യയുടെ പാർലമെൻ്ററി കാര്യമന്ത്രി ഉണ്ടാക്കിയ ധാരണ എന്തായിരുന്നു? നിങ്ങൾക്കെല്ലാം സംസാരിക്കാം, അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം, ചോദ്യോത്തരങ്ങൾ നടത്താം. പ്രധാനമന്ത്രി അവസരോചിതം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ മറുപടി പറയും. പാർലമെന്റ് ബഹിഷ്കരിച്ചതാരാ? പാർലമെന്റിൽ ഒച്ചപ്പാടുണ്ടാക്കിയതാരാ? എനിക്ക് മന്ത്രിയിലേക്കും പോകേണ്ടതുണ്ട് അവസാനമായി. അതുകൊണ്ട് ഞാൻ വേഗം ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.